എന്താണ് ഓവർറണ്ണിംഗ് ക്ലച്ച്? ഫ്രീ വീൽ അല്ലെങ്കിൽ വൺ വേ ക്ലച്ച് എന്നും അറിയപ്പെടുന്ന ഓവർറണ്ണിംഗ് ക്ലച്ച് വിവിധ യന്ത്രങ്ങളിലും ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ഉപകരണമാണ്. ഇത് ഒരു ദിശയിൽ കറങ്ങാൻ അനുവദിക്കുകയും എതിർ ദിശയിൽ കറങ്ങുന്നത് തടയുകയും ചെയ്യുന്നു. നിയന്ത്രിത റോട്ടേഷണൽ ചലനം ആവശ്യമുള്ള സംവിധാനങ്ങളിൽ പ്രകടനം, കാര്യക്ഷമത, സുരക്ഷ എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ഈ സംവിധാനം നിർണായകമാണ്. ഓവർറണ്ണിംഗ് ക്ലച്ചിന്റെ അടിസ്ഥാന രൂപകൽപ്പനയിൽ സാധാരണയായി ഒരു ഇന്നർ ഔട്ടർ റേസ് ഉൾപ്പെടുന്നു. അവയ്ക്കിടയിൽ റോളറുകൾ, സ്പ്രാഗുകൾ അല്ലെങ്കിൽ കാമുകൾ എന്നിവ സ്ഥാപിച്ചിരിക്കുന്നു. ഡ്രൈവ് ചെയ്ത ഷാഫ്റ്റ് ഉദ്ദേശിച്ച ദിശയിൽ കറങ്ങുമ്പോൾ ഈ ഘടകങ്ങൾ റേസുകൾക്കെതിരെ ലോക്ക് ചെയ്യുകയും ടോർക്ക് കൈമാറുകയും പവർ കൈമാറാൻ അനുവദിക്കുകയും ചെയ്യുന്നു. നേരെമറിച്ച് ഷാഫ്റ്റ് എതിർദിശയിൽ കറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഘടകങ്ങൾ വേർപെടുന്നു. ഇത് പവർ ട്രാൻസ്ഫർ ഇല്ലാതെ സ്വതന്ത്ര റൊട്ടേഷൻ അനുവദിക്കുന്നു. ഇൻപുട്ടിന്റെ ദിശയെ അടിസ്ഥാനമാക്കി ക്ലച്ചിന് എൻഗേജ് ചെയ്യുന്നതും ഡിസ്എൻഗേജ് ചെയ്യുന്നതുമായ അവസ്ഥകൾക്കിടയിൽ സുഗമമായി പരിവർത്തനം ചെയ്യാൻ കഴിയുമെന്ന് ഈ രൂപകൽപ്പന ഉറപ്പാക്കുന്നു. ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗിൽ സ്റ്റാർട്ടർ മോട്ടോറുകളിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളിലും ഓവർറണ്ണിംഗ് ക്ലച്ചുകൾ നിർണായകമാണ്. സ്റ്റാർട്ടർ മോട്ടോറുകളിൽ എഞ്ചിൻ ആരംഭിക്കുകയും സ്റ്റാർട്ടർ മോട്ടോറിന്റെ വേഗത കവിയുകയും ചെയ്താൽ ക്ലച്ച് ഡിസ്എൻഗേജ് ചെയ്യുകയും സ്റ്റാർട്ടർ മെക്കാനിസത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്ന് ഒരു ഓവർറണ്ണിംഗ് ക്ലച്ച് ഉറപ്പാക്കുന്നു. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളിൽ ഈ ക്ലച്ചുകൾ ഘടകങ്ങളെ ഒരു ദിശയിൽ സ്വതന്ത്രമായി തിരിക്കാൻ പ്രാപ്തമാക്കുന്നതിലൂടെ സുഗമമായ ഗിയർ ഷിഫ്റ്റിംഗ് അനുവദിക്കുന്നു. ഇത് പെട്ടെന്നുള്ള ടോർക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബൈൻഡിംഗ് ഇല്ലാതെ ഗിയറുകൾ മാറ്റാൻ സഹായിക്കുന്നു. വ്യാവസായിക, ബഹിരാകാശ, വിവിധ വ്യാവസായിക യന്ത്രങ്ങളിലും എയ്റോസ്പേസ് സംവിധാനങ്ങളിലും ഇത് ഉപയോഗിക്കുന്നു. കൺവെയർ സംവിധാനങ്ങളിൽ സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ സ്വതന്ത്രമായി നീങ്ങാൻ പ്രാപ്തമാക്കുന്നതിലൂടെയും മെക്കാനിക്കൽ ജാമുകൾ തടയുന്നതിലൂടെയും തുടർച്ചയായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിലൂടെയും അവ സുഗമമായ പ്രവർത്തനം അനുവദിക്കുന്നു. എയ്റോസ്പേസിൽ ഹെലികോപ്റ്റർ റോട്ടർ സിസ്റ്റങ്ങളിൽ ഓവർറണ്ണിംഗ് ക്ലച്ചുകൾ ഉപയോഗിക്കുന്നു. ഇത് റോട്ടറിനെ സ്വതന്ത്രമായി കറങ്ങാനും എഞ്ചിൻ പരാജയപ്പെട്ടാൽ ലിഫ്റ്റ് നൽകുന്നത് തുടരാനും അനുവദിക്കുന്നു. ഇത് ഫ്ലൈറ്റ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. ഓവർറണ്ണിംഗ് ക്ലച്ചിന്റെ പരിപാലനവും വിശ്വാസ്യതയും ഒപ്റ്റിമൽ പ്രകടനവും ദീർഘായുസ്സും ഉറപ്പാക്കുന്നതിന് പതിവായി പരിശോധനയും ലൂബ്രിക്കേഷനും അത്യാവശ്യമാണ്. ഇന്റേണൽ ലോക്കിംഗ് ഘടകങ്ങളിലെ തേയ്മാനം പരാജയത്തിലേക്ക് നയിച്ചേക്കാം. അതിനാൽ തേയ്മാനത്തിന്റെ അടയാളങ്ങൾ, ശരിയായ ലൂബ്രിക്കേഷൻ, നിർമ്മാതാവിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവയ്ക്കായി ആനുകാലിക പരിശോധനകൾ അത്യാവശ്യമാണ്. ക്ലച്ച് അതിന്റെ രൂപകൽപ്പന ചെയ്ത പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും അതുവഴി അതിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും സിസ്റ്റത്തിന്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിനും ലോഡ് കപ്പാസിറ്റി, റൊട്ടേഷൻ സ്പീഡ് തുടങ്ങിയ നിർദ്ദിഷ്ട പ്രവർത്തന പാരാമീറ്ററുകൾ മനസ്സിലാക്കുന്നതും നിർണായകമാണ്. ചുരുക്കത്തിൽ, സുരക്ഷ, കാര്യക്ഷമത, പ്രകടനം എന്നിവ വർദ്ധിപ്പിക്കുന്ന അവശ്യ പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വിവിധ മെക്കാനിക്കൽ സിസ്റ്റങ്ങളിൽ അമിതമായ സ്വാധീനങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു ദിശയിൽ ടോർക്ക് കൈമാറാനും മറുവശത്ത് സ്വതന്ത്ര ചലനം അനുവദിക്കാനുമുള്ള ഓവർറണ്ണിംഗ് ക്ലച്ചിന്റെ കഴിവ് ഓട്ടോമോട്ടീവ് മുതൽ വ്യാവസായിക, എയ്റോസ്പേസ് മേഖലകൾ വരെയുള്ള നിരവധി ആപ്ലിക്കേഷനുകളിൽ അവയെ ഒഴിച്ചുകൂടാനാവാത്തതാക്കുന്നു.